എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോവുക. ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും ഓണമാണ്. അപ്പോൾ ആ വിളവെടുപ്പ് ഞങ്ങൾക്ക് അധികമൊന്നും വിളവെടുപ്പായില്ല. അപ്പോൾ ഉള്ള വിളവെടുപ്പ് ഞങ്ങളെന്താ ഇവിടെ കുറച്ച് കാലം കൊണ്ട് ചെയ്യുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു വിളവെടുപ്പ് നടത്താം. ഒപ്പം ഈ വിളവെടുപ്പിനോടൊപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഓഫറുണ്ട്. ഞങ്ങളുടെ ഈ വിളവെടുപ്പ് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെറിയൊരു ഓഫർ തരുന്നുണ്ട്. ചെറിയൊരു ഓണസമ്മാനം. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് 3 വിത്തുകൾ, അത് 3 വിത്തുകളും അതിൽ കൂടുതൽ വിത്തുകളും വാങ്ങിക്കുന്നവർക്ക് 3 ടൈപ്പ് വിത്തുകൾ, 3 ടൈപ്പ് വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആരും മിസ് ചെയ്യാതെ, ആദ്യത്തെ 100 പേർക്കാണ് കൊടുക്കുന്നത്. അത് മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലേ? നമ്മുടെ ആദ്യത്തെ VS തന്നെ അത് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക, നമ്മുടെ ഓഫർ കർശനമാക്കുക. അപ്പോൾ നമുക്ക് ആയുധങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയിട്ട് വരാം. നല്ല മഴ പരുവൊക്കെ ആയിട്ട്, ഓണക്കാലമൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കുള്ളതൊക്കെ നമുക്ക് വിളവെടുത്തുകൊണ്ട് വരാം. വാ. അപ്പോൾ എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താലുണ്ടല്ലോ, നമുക്ക് ഇതേപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓണത്തിനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നട്ട പച്ചക്കറികൾ കൊണ്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കി ഓണമൊക്കെ കഴിക്കുമ്പോൾ എന്താ ഒരു സന്തോഷമല്ലേ. അപ്പം നമുക്ക് കുറേശ്ശെ ഉള്ളതായ നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ മുറത്തിനകത്തോട്ടൊന്ന് വിളവൊക്കെ എടുത്തു വയ്ക്കാം. ആദ്യം തന്നെ നമ്മുടെ അമരയ്ക്ക കുട്ടികൾ നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ അമരയ്ക്കകളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓണ സമയത്ത് നല്ല തയ്യാറായി നിൽക്കുന്ന മാതിരിയാണ് അവർ നിൽക്കുന്നത്, കണ്ടോ? എന്ത് രസമായിട്ടാണ് ഓണം വരവേൽക്കാൻ നിൽക്കുന്ന മാതിരി അവരെല്ലാം നിൽക്കുന്നത്. അതിനെയൊക്കെ ഒന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പം മഴ നനഞ്ഞുകൊണ്ടാണ് ഓണവിളവെടുപ്പ് പ്രാവശ്യം. ഉണ്ട്, ഒരു 4 മൂട് അമരയുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അമരയ്ക്ക നമുക്ക് വിൽക്കാം. നല്ല അടിപൊളി അമരയ്ക്കകൾ കേട്ടോ. അപ്പം നമ്മുടെ അമരയ്ക്കയുടെ നീളം കണ്ടോ? സൂപ്പർ അമരയ്ക്ക. ഒരു 10 അമരയ്ക്ക മതി നമുക്കത്. കൈ കൊണ്ടങ്ങ് ഓടിക്കുക, അതായിരിക്കും എളുപ്പം. അതാ എളുപ്പം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാതിരിയുള്ള അമരയ്ക്കയുടെ രീതിയല്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും കളയാനില്ല. മറ്റേ നമ്മൾ മുതുകൊക്കെ ഒന്ന് ചെത്തിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇത് അതൊന്നും കളയേണ്ട കാര്യമല്ല, നല്ല ടേസ്റ്റാണ്. ഈ അമരയ്ക്ക നമ്മൾ തോരൻ വെച്ചാൽ പിന്നെയും ഈ അമര നടാൻ തോന്നും. അങ്ങനെയുള്ള സാമ്പാർ അമരയായത്. പക്ഷെ ഇതിങ്ങനെ നീളത്തിലങ്ങ് പോയാലുണ്ടല്ലോ അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകും. ഇപ്പോൾ ഒടിഞ്ഞിട്ടാണ് ഇവിടെ വരെ കെട്ടി വെച്ചിരിക്കുക. നല്ല നീളം വയ്ക്കും ഇതിനങ്ങ്. ഇതെല്ലാം ഇവിടെ ഒരു 5-6 തൈ നിൽപ്പുണ്ട്. അതിനകത്തെല്ലാം കായ നിൽപ്പുണ്ട്. അതെല്ലാം പറിച്ചെടുക്കാം. അത് കണ്ടേ നിറയെ നിൽക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള കായയുടെ. എന്താ ഒരു സന്തോഷം അങ്ങനെ അങ്ങോട്ട് വിളവെടുക്കുമ്പോൾ. നമ്മൾ മനസ്സോടെ നടണം, എന്നിട്ട് മനസ്സ് നിറയെ അങ്ങോട്ട് വിളവെടുക്കണം. കണ്ടില്ലേ? ഞാൻ എന്തോ നട്ടാലും എനിക്കതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ ഓരോ വിത്തുകളും കൊണ്ടുവന്ന് നടാനായിട്ട്. അല്ല ഞാൻ നട്ടാൽ കിളിക്കുമോ, ഞാൻ നട്ടാൽ ഒന്നും പിടിക്കത്തില്ല എന്നുള്ള രീതിയൊക്കെ ആയാൽ ശരിയാവത്തില്ല. എല്ലാം നമ്മളൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യണം, ഏതൊരു പ്രവൃത്തിയാണെന്നില്ല. അപ്പം അമര പറിക്കുമ്പം തന്നെ കുറേ സമയം എടുക്കും. കണ്ടോ? കൊണ്ടുവന്നിടാം. അപ്പം അമരയ്ക്ക ഉണ്ടോ? ഇനി ഇത് നിൽക്കുകയാണ്. എല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ നമുക്ക് ഇടാം. ഇതുണ്ടോ നീളനെ അങ്ങ് പോയിരിക്കുക. കണ്ടോ? നീളത്തിൽ വളഞ്ഞ്. ഇപ്പോഴത്തെ കാറ്റും മഴയത്തും ഒക്കെ ഇത്രയൊക്കെ അതിജീവിച്ച് കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അമര നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും നടാം. ഇഷ്ടം പോലെ കായകളൊക്കെ പിടിച്ചോളും. വളരുന്നതിനനുസരിച്ച് ഇതേപോലെ കമ്പോ വള്ളിയൊക്കെ കെട്ടിക്കൊടുക്കാമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് നിന്നോളും. അപ്പം നമ്മുടെ അമരയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് തക്കാളി എടുക്കണം. അങ്ങനെ ഓരോന്നും ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്തെല്ലാം നമുക്ക് പോയിട്ട് വരാം. ഓണമായിട്ട് മമ്മി ഇവിടെ കുറേ തക്കാളി നട്ടിട്ടുണ്ട്. നല്ല ചുമ ഇരിക്കുന്ന തക്കാളിയാണ്. ഓക്കെ,
എല്ലാം നല്ല രസമുണ്ട്. പിച്ചട്ടെ അമ്മി, അതങ്ങനെ നിർത്തിയാൽ മതിയോ? ഓണത്തിന് വേണ്ടി നിർത്തിയിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ, പിച്ചാന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരോടും വന്നിട്ട് വിളവെടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. തക്കാളി പലയിടത്തായിട്ടാണ് മമ്മി നട്ടേക്കുന്നത്. നല്ല നിറത്തിലാണ് നിൽക്കുന്നല്ലേ? നല്ല നോക്കിയേ, ചുമ നിൽപ്പുണ്ട്. മറ്റേതൂടെ അങ്ങ് വെച്ചിക്കോ. ഈ പച്ചയോ? അതവിടെ ഇരുന്ന് അങ്ങ് പഴുത്തോളും. ഓക്കെ, തൊട്ടാ മതിയല്ലേ? മഴയാന്നെങ്കിൽ നമുക്ക് എത്രയൊക്കെ കിട്ടുന്നില്ലേ? നല്ല അടിപൊളി തക്കാളികൾ. കഴിക്കില്ല, എവിടെ? നമ്മുടെ വീടിൻ്റെ അപ്പുറത്താണ്. അടിപൊളി, നല്ല രസമുണ്ട്. ഇത് പറമ്പിൽ നിന്നതല്ലേ. ഇപ്പം എബിൻ തക്കാളിയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം പപ്പ വഴുതനങ്ങയൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് വഴുതനങ്ങയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം പപ്പ ഇനി വഴുതനങ്ങ കട്ട് ചെയ്തോ. ഇവിടെ ഇങ്ങനെ പല ടൈപ്പിലുള്ള വഴുതനങ്ങയാണ് നിൽക്കുന്നത്. നീളം വഴുതനങ്ങയുണ്ട്, നല്ല റൗണ്ട് വഴുതനങ്ങയുണ്ട്, വയലറ്റ് കളറ്. അതൊക്കെ നമുക്ക് കുറേശ്ശെ വിളവെടുക്കാം. ഒരുപാടൊന്നും വേണ്ടല്ലോ, ആവശ്യത്തിന് മാത്രമേ എടുക്കാം അല്ലേ. അപ്പം നമ്മുടെ നീളൻ വയലറ്റ് വഴുതനങ്ങയുണ്ട്, നമ്മുടെ ചെറിയ റൗണ്ട് വഴുതന. അതിൻ്റെയൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റായി ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ചോളം നല്ല പരുവായിട്ട് നിൽക്കുകയാണ് കണ്ടോ. ഇതിപ്പം നമ്മൾക്ക് അങ്ങോട്ട് വിളവെടുത്താലുണ്ടല്ലോ, നമുക്ക് കുക്കറിനകത്തൊക്കെ ഇട്ടിട്ട് ആവി കയറ്റിയിട്ട് നാരങ്ങ നീരുമൊക്കെ തേച്ച് ഉപ്പുമൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. ഇതാണ്ട് മഴവിൽ ചോളം കണ്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ പിടിക്കുമോ എന്നെല്ലാവർക്കും ഡൗട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലും എല്ലാ സംഭവങ്ങളും പിടിക്കും. കണ്ടോ ഇവിടെ എല്ലാം നമ്മുടെ ചോളം പിടിച്ചിരിക്കുന്നുണ്ട്, നല്ല അടിപൊളി ചോളമായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. അതാണ്ട് ഇത് പരുവായി നിൽക്കുന്നതാണ്. ഇതൊരു നമുക്ക് വിളവെടുക്കാം. ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ആദ്യമൊക്കെ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക പിടിച്ചാണല്ലോ, അപ്പോൾ അതെല്ലാം വയസ്സ് ചെന്നു. അപ്പം നമ്മുടെ മുറ്റത്ത് കുറച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന നമുക്ക് അത്യാവശ്യം വിളവെടുക്കാം. കുറേ നിൽപ്പുണ്ട് കേട്ടോ, കുറേ മൂത്തതൊക്കെ നിൽക്കുകയാണ്. ഇതാണ്ട് വിത്തിന് പരുവായി നിൽക്കുന്നതുകൊണ്ട് കൊമ്പൻ വെണ്ട കണ്ടോ, അതും ഇരിക്കട്ടെ. മഴയത്ത് കൂടുതൽ നിന്നാൽ അത് അളിഞ്ഞു പോകും. പിന്നെ നമുക്കിനി അടുത്തതിനകത്തോട്ട് പോകാം. ഇവിടെ എല്ലാം നണ്ട്. പിന്നെ നമ്മുടെ വാടാമല്ലി, ഇത് എന്തിനാണ്, അത്തപ്പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ബന്ദിപ്പൂ നിൽപ്പുണ്ട്. പൂക്കളും പച്ചക്കറികളും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്തപ്പൂക്കളുമായി നമുക്ക് വേണ്ടതായ കറികൾ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളുമായിട്ടുണ്ട്. ഓരോന്ന് വിളവെടുത്തുകൊണ്ട് നമുക്കിനി അടുത്തടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇനിയും ഇച്ചിരി പയർ കോവയ്ക്കൊക്കെ നിൽപ്പുണ്ട്, അതോടെയൊക്കെ നമുക്ക് വിളവെടുക്കാം. പന്തലിനകത്ത് കുറച്ച് പയറുണ്ട്, അതേപോലെ തന്നെ കോവലുണ്ട്, കോവയ്ക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വിളവെടുത്തുകൊണ്ട് ഇതിനകത്ത് അങ്ങ് പുറത്തിറങ്ങാം. എന്താ നിത്യവഴുതനയുണ്ട്. തല ഉയർത്തി നിൽക്കാൻ ഒക്കത്തില്ല, പന്തലിനി താന്ന് പോരുന്നു കേട്ടോ. അപ്പോൾ ആ മുറഞ്ഞിട്ടൊന്ന് കാണിച്ചാൽ അപ്പോൾ ഈ കോവയ്ക്ക് അങ്ങോട്ടൊന്ന് ഇടട്ടെ. ഇവിടുന്ന് ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിച്ചിട്ടേ ഇറങ്ങാൻ പറ്റും. വേണ്ടോ, ഇതിനകത്തുനിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിലേ ഇച്ചിരി പാടാണ്. എല്ലാം ഇനി പിച്ചിട്ട് ഇനി അങ്ങ് പുറത്തോട്ട് ഇറങ്ങാം. പയറും കോവയ്ക്കും എല്ലാവരെയും കൊണ്ടൊന്ന് ഇടാം. ഒന്നുകൂടെ റൗണ്ട് അടിച്ചിട്ട് വരാനകത്ത്. ഇത് കുറച്ചൊക്കെ നമ്മുടെ മറ്റുള്ള സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ മത്തൻകുട്ടി ഇതാണ്ട് പടർന്ന് കയറി വരുന്നതേ ഉള്ളൂ. ഇതിൽ കായൊന്നും പിടിച്ചില്ല, ഇതിങ്ങനെ പടർന്നങ്ങ് പോകുമായത്. അല്ല ആരോഗ്യത്തോടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം, അടുത്ത സ്ഥലത്തോട്ട് പോകാം. കോവയ്ക്ക ഒരു മുടി ചീനി കറിച്ചാലോ അപ്പേ? ഓണത്തിന് എന്താ വറ്റലുണ്ടാക്കാനാണോ? വറ്റലുണ്ടാക്കാന് നല്ലതാ. വറ്റലുണ്ടാക്കാനുള്ള സമയം കഴിഞ്ഞു, എന്നാലും വറ്റൽ എനിക്ക് 5-6 ഇരിപ്പുണ്ട്. വിളവെടുപ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ ചീനിയും കൂടെ വിളവെടുക്കുന്നത് എന്തായാലും കാണിക്കണ്ടേ. ചീനി വേണം, ചേന വേണം, എല്ലാം നമുക്കെടുക്കാം. കണ്ടോ നല്ലൊരു മുടി കപ്പയാണ് നിൽക്കുന്നത് കണ്ടോ. നമ്മളെല്ലാ മാസവും കപ്പ ഇടുന്നുണ്ട്. നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് കപ്പ വേവിച്ച് കഴിക്കാനൊക്കെ ഉണ്ട്. അടിപൊളി ഒരു കപ്പ കണ്ടോ. ഇവിടെ എല്ലാം കോവയ്ക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറം ഇങ്ങനെ കുറേശ്ശെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മരവെണ്ട നിൽപ്പുണ്ട്. മരവെണ്ട വേണോ ഇനി? എല്ലാ വെണ്ടയ്ക്കയും കൂടെ എല്ലാം മുറ്റി കേട്ടോ നിന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇനി വാളരിപ്പയർ വെച്ചാൽ നമുക്ക്. തക്കാളി വഴുതനയൊക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുക. ഒരെണ്ണം എടുത്തേക്കല്ലേ?
ഇവിടെ 2 മൂട് വാളരിയെ നട്ടിട്ടുള്ളൂ. അത് കിടക്കുന്നുണ്ടോ, ഒരു ഏക്കറിനകത്ത് പടർന്ന് കിടക്കുന്ന മാതിരി. അതിനടുത്ത് നിന്ന മരങ്ങളെ എല്ലാം ചായച്ച് ഇഷ്ടം പോലെ അങ്ങ് പടർന്ന് കയറി അങ്ങ് പോയിരിക്കുക. കണ്ടോ, ഇവിടെ എല്ലാം കാ പിടിച്ച് നിൽക്കുക. അകത്തകത്തകത്ത് നമുക്ക് കുറച്ചെടുക്കാം. ഇവിടെ എല്ലാം കായുണ്ട്. ഇവിടെ എല്ലാം പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് മുറ്റിയതെടുക്കല്ലേ. ഇത് തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാൻ നല്ലതാട്ടോ. ഇതിനകത്ത് നിറയെ ഉറുമ്പും ഉണ്ട്. എൻ്റെ അപ്പോൾ അടുത്തോട്ട് പോയാൽ മതി. അയ്യോ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ? എത്ര എണ്ണാന്ന് നോക്കിയേ. കുറേ എല്ലാം മുറ്റിപ്പോയി. പക്ഷേ ഇതെല്ലാം നിൽക്കുന്നു. നമുക്ക് പിഞ്ച് മാത്രം മതി. ഇതൊക്കെ കണ്ടോ, മുറ്റിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ തത്ത തിന്നുകൊണ്ട് പോയി. തത്തയ്ക്ക് വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇതെല്ലാം നിറയെ പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ വൈറ്റമിൻസിൻ്റെ കലവറകളാണ് കേട്ടോ. അങ്ങോട്ട് പോകണം. നിറയെ വാളരിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ മുതുവങ്ങ് കട്ട് ചെയ്ത് മാറ്റണമെന്നേ ഉള്ളൂ. അല്ലേ, ഇങ്ങനെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. ഉണ്ടോ, എന്നിട്ട് തോരൻ വയ്ക്കാം. മെഴുക്കും പുരട്ടാം. നമ്മുടെ പച്ചക്കറി മുളക് കണ്ടില്ലേ, ഇതാണെങ്കിൽ മണ്ണിനടിക്കോട്ട് അങ്ങ് പോയിരിക്കുക. അപ്പോൾ ആദ്യത്തെ പൂവ് പിച്ചാതെ ഞാൻ നിർത്തിയിരുന്നതായിരുന്നു. അപ്പോൾ അതിനകത്ത് കാ വന്നിട്ട് മണ്ണിനടിക്കോട്ട് കണ്ടുണ്ടോ. ഇതാ, അപ്പോൾ 1-2 പച്ചമുളകും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ അതാണ്ട് ഒരു ഉടൻകൊല്ലി അല്ലെങ്കിൽ വലിയ ഉണ്ടമുളക്, നല്ല മണമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്തും പൂവൊന്നും നുള്ളി കളയാതെ നമ്മൾ ആദ്യത്തെ കൺമണിയാണിത്. കണ്ടോ, വിളഞ്ഞ് നിൽക്കുക. അത് ഒന്നുകൂടെ പിച്ച് മുളകായി. ഇനി നമുക്ക് മുല്ലമുട്ടൊക്കെ മുറ്റത്തോട്ട് എന്നിട്ട് പിച്ചെടുക്കാം. സാമ്പാറിനകത്തും അവിയലിനകത്തും ഒക്കെ ഇടാനായിട്ട് ഒരു കപ്പയ്ക്കയും കൂടെ നമുക്ക് എടുക്കാം. വേപ്പില വേണ്ടേ ഓണമായിട്ട്? പിന്നെ കറിവേപ്പിലല്ലേ മെയിൻ. തളർത്ത് നിൽക്കുക, മഴയൊക്കെ ആയത് കാരണം. മതി ഒത്തെ, നമുക്ക് വേണമെങ്കിൽ വന്ന് ഓടിക്കാം. അയ്യോടാ, ഇരിക്കട്ടെ, തൃപ്തികരമായിട്ട് ഇടണം അല്ലേ. ഓക്കെ, ബാ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചേന വിളവെടുപ്പാണ്. ചേനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ തണ്ടൊക്കെ അങ്ങ് പഴുത്തൊടിഞ്ഞങ്ങ് പോകുമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല പച്ചപ്പാട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഏറ്റവും നല്ലതുപോലെ മഞ്ഞ കളറായിട്ടുള്ള ഒരെണ്ണത്തിന് നമുക്ക് വിളവെടുക്കാം. ഇന്നാൾ കർക്കിടകത്തിൽ എന്തായാലും കർക്കിടക മാസത്തിൽ ചേന കട്ടെങ്കിലും തിന്നണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം കിളച്ച് ഞങ്ങൾ പുഴുങ്ങിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഒന്നും കൂടെ വിളവെടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ തണ്ടൊക്കെ ഇനി വെട്ടിയിട്ട് അതൊക്കെ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ നല്ല ജൈവ വളമായിട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിൻ്റെങ്കിലുമൊക്കെ ചുവട്ടിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടിരുന്നാൽ മതി. ഇനി നമുക്കത് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് മാറ്റുവപ്പേ. അപ്പോൾ ഇത് മൂത്ത് പോയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തണ്ടമൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇത് പിന്നെ മൂക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തള്ളയല്ലേ എടുക്കുന്നത്. പിള്ളെ നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ, പയറൊക്കെ ഇട്ട് തോരൻ വയ്ക്കാൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിൽപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തണ്ടുകൾ നിൽപ്പുണ്ടെങ്കിൽ, ഇളം തണ്ടുകൾ നിൽപ്പുണ്ടെങ്കിൽ അതെടുത്ത് തോരനൊക്കെ വയ്ക്കുക, സൂപ്പറാണ്. ഇച്ചിരി ദൂരെ മാറ്റി കളിക്കണേ അവനെ, വെട്ടുകൊള്ളും ചേനയ്ക്ക്. കണ്ട് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ചേനയൊക്കെ ഇഷ്ടമാണ് ഇവനെ. കുഴപ്പമില്ല. വെട്ടുകൊണ്ട് ഇതിൽ ഒന്നുകൂടെ മാന്തേണ്ടി വരും. ഇവിടെ നിന്ന് ചുറ്റിനും ഒന്നുകൂടെ മാന്തിക്ക്. ഇല്ല അമ്മി, ഇല്ല, ഇത്രേ ഉള്ളു. ഇനി ഉയർത്തി ഒന്ന് ഒറ്റ വെട്ടിന് പൊക്കി കഴിഞ്ഞെടുക്കണം. നോക്കട്ടെ, ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ. ഇല്ല, അടിയിൽ നിന്ന് ഒന്നുകൂടെ കൊത്തണം. ഒറ്റ വട്ടം കൊട്ടെ, ഒന്ന് താഴ്ത്തിയിട്ട് ഇനി പൊക്കി കഴിഞ്ഞെടുക്കണം. അങ്ങനെ എടുക്കാൻ ഇത്രയുള്ള കാര്യം. പഠിച്ചു പോയല്ലേ, കുഴപ്പമില്ല. ഒന്നായിട്ടിരിക്കുക, ഒട്ടിയിരിക്കാന്നല്ലേ, ഒന്നുമല്ല. 2 തണ്ടുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ല, മതിയല്ലോ.
എത്ര കാലം കൊണ്ട് നമ്മൾ ചേന ഇടുന്നില്ലേ? ഓരോ വർഷവും നമ്മൾ ചേന നട്ട് കിളച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരാകാംക്ഷയില്ല. നിങ്ങൾക്കുണ്ടോ അതേപോലെ ആകാംക്ഷ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കെ. നമ്മുടെ ചേന എത്രയും വലിപ്പമുണ്ട്, എത്ര കിലോ കാണും എന്നുള്ളതായ ഒരാകാംക്ഷ, ഒരു വല്ലാത്തൊരാകാംക്ഷ തന്നെ. അപ്പം നമ്മുടേതും കൊണ്ടൊരു 4 കിലോ എങ്കിലും വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഈ ചേനയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ് ചീനിയുടെ കാര്യം അല്ലേ? ചീനി നമ്മൾ എത്ര നട്ടാലും പിന്നെ പുതുതായിട്ട് നടുന്ന ചീനിക്കകത്ത് എത്രയും നമുക്ക് അതിൻ്റെ അടിയിൽ ചീനി ഉണ്ടെന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഡിസംബറിൽ നട്ട കപ്പക്കമ്പാണിത്. അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞങ്ങൾ ഒരു മൂട് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ നവംബറിൽ നട്ടത് കഴിഞ്ഞു, ഇനി ഡിസംബറിലെ കപ്പയിൽ തുടങ്ങാൻ പോവുകയാണ്. ഒരു 7-8 മൂട് ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മൂട് നമ്മളെന്തായാലും നടും. ഒരു 2 മൂട് എലിയൊക്കെ കൊണ്ടുപോകും, ബാക്കി നമുക്ക് എന്തായാലും കിട്ടും. അങ്ങനെ നല്ലൊരു കമ്പാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കിളച്ച് നോക്കാം. ചീനി വറ്റൽ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. ചീനി വറ്റൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ട്. എന്നാലും നമ്മൾ വിളവെടുക്കുമ്പോൾ നമ്മൾ കപ്പയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതിൽ ഏബിനിച്ച് ദൂരെ മാറ്റി മാന്തുന്നതായിരിക്കും നല്ലത്, വെട്ട് കൊള്ളണ്ട കേട്ടോ. ചീനി വറ്റലൊക്കെ നിങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. ഓണത്തിന് അത് ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കുമായിരുന്നു ചീനി വറ്റൽ. ചേന വറ്റലും ഉണ്ടാക്കും. ചേന വറ്റൽ, ചീനി വറ്റൽ, കാവറ്റൽ. വെട്ടുകൊണ്ടോ അവനെ? വെട്ടുകൊണ്ട് ഇല്ല, താണ്ട അടക്കം ഇച്ചിരി ചീനി വേണ്ടേ? പിന്നെ നമുക്ക് പിഴുതാലോ? 2 പേരുടെ പിഴുതെങ്കിലും വെക്കാം. വേണ്ടേ? ഇനി നമുക്ക് പിഴുവാം. നല്ല പദം ഉണ്ടല്ലോ. പിഴുവണ്ടേ? അയ്യോ എല്ലാം ഒടിഞ്ഞടാ. നമ്മുടെ ചീനി കണ്ടോ? അടിപൊളി. ഇതിങ്ങനെ ഇതാക്കി എടുക്കണം. അപ്പം ഇങ്ങോട്ടും കൊണ്ട് അയ്യോ വെട്ടുകൊണ്ടാ. ഇല്ല ഇല്ല ഇല്ല, ഇത്രേ ഉള്ളൂ, അവിടം വരെ ഉള്ളൂ. പോരാ, താഴോട്ടാ. അങ്ങോട്ടല്ല താഴോട്ട്. ആ ഓ അടിപൊളി, അടിപൊളിയാണല്ലോ. ഇനിയും ഉണ്ട്, 2-3 ഒടിഞ്ഞിട്ടുണ്ട്, 3 ഒടിഞ്ഞിട്ടുണ്ട്. ഇവിടും താഴോട്ടാ. അപ്പം അവിടെ താഴോട്ടാ. ചീനി കാണാനുള്ള നമ്മുടെ ഒരു ആകാംക്ഷ അതായിരിക്കും. ഇതൊക്കെ ഒരു രസമല്ലേ? അതിനെ ഒന്ന് ഇതാക്കി എടുക്കട്ടെ. അതല്ല മാന്തണ്ട അപ്പം ആവുമോ? വെട്ടുകൊള്ളാതെ എടുത്താൽ മതി. നില്ല വെട്ടുകൊള്ളും. നില്ല ഇങ്ങോട്ട് പോയിരിക്കുന്നു. എന്തിനാ കൂടുതൽ കപ്പ? ഒറ്റമുട് കപ്പ അതല്ലേ? നമുക്കൊന്ന് കാണിക്കാം. അടിപൊളിയാണല്ലോ. കണ്ട ഒരു ചീനയുടെ ഒക്കെ വലിപ്പം കണ്ടോ? ഓ സൂപ്പർ. ഇത് ഇങ്ങനെ ഒരേ കനത്തിലുള്ളയാകുമ്പം വറ്റലുണങ്ങാൻ നല്ല അടിപൊളിയാണ്. എല്ലാം ഒരേപോലെ ഒരേ സൈസിന് നമുക്ക് വറ്റലുണങ്ങാം. ഇഷ്ടം പോലെ കപ്പ കിട്ടി, മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ. നമ്മൾ കപ്പയ്ക്ക് മണ്ണ് കൂട്ടുമ്പോൾ കണ്ട ഇതേപോലെ നല്ലതുപോലെ മണ്ണ് കയറ്റി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൂന കൂട്ടണമെന്നല്ല. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന കമ്പിൻ്റെ 3/4 ഭാഗമെങ്കിലും മണ്ണിട്ട് കൊടുക്കാമെങ്കിൽ നല്ല പിടുത്തം നമുക്ക് കിട്ടും. അടിപൊളി, വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ കപ്പക്കമ്പ് കളയത്തൊന്നുമില്ല. ഇത് തന്നെ നമ്മളിവിടെ ആ കുഴി തന്നെ ഇച്ചിരി മണ്ണ് മൂടിയിട്ടിരുന്നാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു 6-7 മൂടായിട്ട് നമുക്ക് വീണ്ടും ഇതിനെ നടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചീനി പറിച്ചുകൊണ്ടേയിരിക്കാം, കപ്പ കഴിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പം ചില നാട്ടിൽ ചീനി എന്ന് പറയും, ചില നാട്ടിൽ കപ്പയെന്ന് പറയും, പൂളയെന്ന് പറയും, കൊള്ളിയെന്ന് പറയും, അങ്ങനെ കുറേ പേരിൽ മരച്ചീനി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഞങ്ങളിവിടെ ചീനി എന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പം നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് മരച്ചീനി, കപ്പ എന്നൊക്കെ നമ്മളും പറയാറുണ്ട്. അപ്പോൾ ഈ കപ്പക്കമ്പ് നമുക്ക് വെറുതെ കളയണ്ട. ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്കത് വെച്ചേക്കാം. ആ കുഴി തന്നെ കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് നല്ല പരുവം കിട്ടുമ്പോൾ ഒരു 10 മൂടോ അല്ലെങ്കിൽ ഒരു 8 മൂടോ ഒക്കെ ആയിട്ട് ഇതിനെ നടാം.
അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കപ്പ കഴിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം നമ്മുടെ കപ്പ കൊട്ടയ്ക്കകത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ചേന, ചീനി, അതുപോലെ പച്ചക്കറി. ഇനി നമുക്കിനി ചേമ്പ് കളയ്ക്കാനായിട്ട് പോകാം. ഇനി അവിടെ കാണാം. വാ വരും, പിടിക്കും അപ്പം. ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മുറം ഒരു കൊട്ടയാണ്. ഒരു മുറവും കൂടെ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അധ്വാനിച്ചാൽ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടെന്നുള്ളതാണ്, അല്ലയോ? വെറുതെ ഇരുന്നാൽ പറ്റുമോ? എല്ല് മുറിയെ പണിയെടുത്താൽ എന്തുവാ പല്ല് മുറിയെ കഴിക്കാമെന്നോ? അല്ലേ അപ്പം അങ്ങനെയല്ലേ പറയുന്നത്? എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിനി ചേമ്പാണ് കളയ്ക്കേണ്ടത്. ഇവിടെ ഇരിക്കട്ടെ, ബാ. അപ്പോൾ ഇനി നമുക്ക് ചേമ്പ് വിളവെടുക്കാം കേട്ടോ. ചേമ്പിൻ്റെ ഈ തടയൊക്കെ അങ്ങോട്ടൊന്ന് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ തളിരിലയൊക്കെ കറിയൊക്കെ വയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. കുറേ ഉണ്ട്. അപ്പം നമ്മുടെ ചേമ്പിൻ്റെ തണ്ടെല്ലാം വെട്ടിക്കളഞ്ഞ് ഇനി നിന്ന് കളയ്ക്കാം. ദൂരെ മാറ്റി കളയ്ക്കണേ അപ്പം. അതിനകത്തുണ്ടെന്നോ തോന്നുന്നു, നല്ല കാര്യമായിട്ട് പറ്റുന്നില്ലേ? അതിനകത്തുണ്ട് കേട്ടോ. അടിപൊളി. അടിപൊളിയാന്നല്ലേ? ഇവിടെ ഇനി കളയ്ക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് കണ്ട് ഒടിഞ്ഞേക്കുന്നുണ്ടോ? ഒന്നുകൂടെ മാന്തി വയ്ക്കുക ഇപ്പം. പെയ്യെ ഇതാക്കണേ, പെയ്യെ 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 ആണ്ടോ വരുന്നത്. ഇങ്ങോട്ട് നോക്കും ഇവിടെ. ഇല്ല, കഴിഞ്ഞോ? അവിടെ വട്ടത്തി വേണ്ട. അപ്പോൾ അതിനകത്ത് തന്നെ അങ്ങ് ഇട്ടേരെ. അതും അതിനകത്ത് കിടന്നോട്ട്. ഇച്ചിരി മണ്ണ് നീക്കിയിട്ടേരെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി ഇട്ടതിൻ്റെ പൊടി എങ്ങാണ്ട് കിടന്നിട്ട് കളിച്ച് വരുക. അപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ തട ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം. അപ്പം നമ്മുടെ ചേമ്പും നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല, വിളഞ്ഞിട്ടുമൊന്നുമില്ല. എന്നാലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉള്ളത് നമുക്കെടുത്ത് ഓണക്കറി വയ്ക്കാമല്ലോ. അവിയലിനകത്തൊക്കെ ഇടാൻ നല്ല സൂപ്പറല്ലേ. ഇവിടെ കൊട്ടയ്ക്കകത്തുണ്ട്. ഇരുമ്പെടുത്തോണേ ഇപ്പം. അപ്പം കപ്പയായി, ചേനയായി, ചേമ്പായി. ഇനി നമുക്ക് ഇഞ്ചി വിളവെടുക്കണം. അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ ഇപ്രാവശ്യം കൊലയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഏത്തവാഴ കൊലച്ച് ഇറങ്ങുന്നതേ ഉള്ളൂ. വലിയ കൊലയൊന്നും അല്ല, എങ്കിലും ഒരു 4 പടലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പരുവായി കിട്ടിയാൽ മതിയായിരുന്നു, ഒടിഞ്ഞൊന്നും പോകാതെ. അപ്പം നമുക്ക് ഒരു കവറിനകത്തിരിക്കുന്ന ഇഞ്ചിയും കൂടെ വിളവെടുക്കാം. എന്നാൾ ഇഞ്ചി വിളവെടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം മെറിനും ഞാനും ഒക്കെ ഇഞ്ചിക്കറിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് തീർന്നു. അപ്പോൾ ഇനി അതൊന്ന് തട്ടിയിടാം. ഇഞ്ചി അധികം വിളഞ്ഞിട്ടൊന്നുമില്ല. ഈ നമ്മുടെ ചേമ്പിൻ്റെ കാര്യം പറഞ്ഞ മാതിരി കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമ്മൾ നട്ടത് തന്നെ വെച്ചിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിയുണ്ട്. ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ നട്ടതാണിത്. ഇതൊക്കെ അമ്മണിക്ക് കൊടുക്കാം. അമ്മണിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മണിയുടെ മക്കൾക്കും. ഓക്കെ, അതൊന്നുമില്ല. ഒട്ടും വിളഞ്ഞിട്ടില്ല പൊട്ട. അപ്പോൾ ഇഞ്ചി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചടിക്കുള്ള കുമ്പളങ്ങ എടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു കുമ്പളങ്ങ നിൽപ്പുണ്ട്. അപ്പുറത്ത് ഒന്നും കൂടെ നിൽപ്പുണ്ട്. വേണ്ട, നെയ്ക്കുമ്പളമാണേ. ഇനി പിഞ്ചൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ കുറേ കോവയ്ക്ക നിൽപ്പുണ്ട്. അപ്പം നിന്നാൽ അതങ്ങ് മുറ്റിപ്പോവും. മുറ്റിയാൽ പിന്നെ കോവയ്ക്ക ഒട്ടും ടേസ്റ്റ് കാണത്തില്ല.
അതുകൊണ്ട് ആ പിഞ്ച് പരുവത്തിനെ അങ്ങ് പിച്ചണം. വെറും പിഞ്ചല്ല, അതിനകത്ത് പച്ച കളറേ ആയിരിക്കാവൂ, ചുമക്കാൻ പാടില്ല. അതുകൊണ്ടായിരിക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് നട്ടേക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടും. എപ്പം വന്ന് നോക്കിയാലും നമുക്ക് എന്തെങ്കിലും പച്ചക്കറികൾ കിട്ടും. എത്രയോ കാലമായെന്നറിയാമോ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളെ വാങ്ങിക്കാറുള്ളൂ. നമ്മുടെ വീട്ടിലെ ഇലയാണെങ്കിൽ ഏലത്തോരൻ വെച്ച് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടില്ലേ, എല്ലായിടും ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ നമ്മൾ നടും. അതിനകത്ത് നിന്നെല്ലാം വെണ്ടയ്ക്ക് നമുക്കിങ്ങനെ വിളവെടുക്കാനും കിട്ടും. ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. തക്കാളി കണ്ടോ പിടിച്ച് നിൽക്കുന്നുണ്ടോ, ഉണ്ടോ? ഓരോ മാസത്തിൽ നമ്മൾ നടുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഉണ്ട്, ഇപ്പം വെയിലായപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് വാടിയ മാതിരി നിൽക്കുന്നത് വെയിലും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേവരെല്ലാം അങ്ങ് ചിരിച്ചുകൊണ്ട് നിന്നോളും. അപ്പോൾ അതിനകത്തെല്ലാം കാ പിടിക്കുന്നുണ്ട്. ഉണ്ട്, ഇവിടെ എല്ലാം നടുണ്ടോ കാ പിടിച്ച് വരുന്നുണ്ട്. ഇതിനെല്ലാം നല്ല വള്ളിക്കകത്ത് കെട്ടിയാണ്ട് പന്തലിനകത്തോട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ അതെല്ലാം വീണ് പോകും. കണ്ടില്ലേ, എല്ലാത്തിനെയും കെട്ടി ഇങ്ങനെ ഇട്ടേക്കുക. നമ്മുടെ പടവലമൊക്കെ ഇങ്ങനെ പടർന്നു കയറി വരുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ടോ വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഗ്രീൻ വെണ്ടയാണ്. നമ്മുടെ ഇലയുരുട്ടിപ്പുഴുവൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് അങ്ങ് കയറും കേട്ടോ. വെണ്ടയിലുള്ളൊരു സോക്കേടാണിത്, പെട്ടെന്ന് കയറി വരും. അപ്പം നമുക്ക് വെണ്ടയ്ക്ക് താഴോട്ടൊക്കെ നിന്നത് മുറ്റാത്തതിനെയൊക്കെ നമുക്ക് എടുക്കാം. ഇതൊക്കെ തുമ്പൊടിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കേണ്ട കാര്യമല്ല, പോട്ടെ ഇട്ടേക്കാം. അതൊക്കെ മുറ്റി കാണും, മുറ്റി. ഇനി അപ്പുറത്തും ഉണ്ട്, അതൊക്കെ എടുത്ത്. ഓക്കെ, ഇനി അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് പയറും വെണ്ടയൊക്കെ നട്ടേക്കുന്നതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ പയർ വെച്ചാൽ കണ്ടോ, ഇതൊക്കെ നിൽപ്പുണ്ട്. കൂടുതലല്ല എങ്കിലും നമ്മുടെ അത്യാവശ്യമുള്ള പയർ. നമ്മൾ മുറം മാറ്റി പിടിച്ചു, മറ്റേന്ന് അറിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡും കൊണ്ട് പറിക്കാനായിട്ട്, അതുകൂടെ പറിച്ചുകൊണ്ട് വരാം. അപ്പം ഇവിടെയും കുറച്ച് തക്കാളി നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് നല്ല പരുവമായിട്ട് നല്ല മുട്ടൻ തക്കാളി ഇത് കേട്ടോ. കണ്ടോ, അടിപൊളി തക്കാളി. ഇനി ദണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ, സൂപ്പർ തക്കാളി ആയിട്ട് കണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതിനെല്ലാം കയറ് കെട്ടി മേളിലോട്ട് ഇങ്ങനെ കെട്ടി തൂക്കി നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ മഴയത്തങ്ങ് വീണ് പോകും എല്ലാം നിലത്ത്. കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ, ഇത് നീളനേ ഇങ്ങനെ അങ്ങ് പോവുക. അതിനകത്തൊക്കെ കായും തക്കാളിയും ഒക്കെ ദണ്ട് പിടിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. മഴയത്തൊക്കെ നിന്നാലും അളിഞ്ഞു പോകാനും സാധ്യതയുണ്ട് തക്കാളി. അപ്പം പച്ചയ്ക്കാണെങ്കിലും വെച്ച് നമുക്ക് തോരനൊക്കെ വയ്ക്കാം. ഇനി അടുത്ത നിത്യവഴുതനയാണേ, കുറച്ച് മതിയപ്പേ എല്ലാം അവിടെ പിച്ച്. ഇപ്പം എന്താ ചെയ്യുക, അപ്പം അത് ഇതിൻ്റെ കൊല വിളയാറൊന്നും ആയില്ല. എന്നാലും അതിന് മുമ്പായിട്ട് നമ്മൾ കൂമ്പങ്ങ് വെട്ടണം. ചിലരുടെ ഒരു ഡൗട്ടാണ് ചുമന്നതിൻ്റെ കൂമ്പ് എടുക്കുമെന്നുള്ളത്. സൂപ്പർ കൂമ്പാണ് കേട്ടോ. പച്ചച്ചിങ്ങൻ്റെയാണ് എടുക്കാത്തത്, ഇത് നല്ല അടിപൊളി കൂമ്പാണ്. ഇതിൻ്റെ കുറേ പുറത്തുള്ള കുറേ പോള അങ്ങ് കളയണം. ഓക്കെ, ഇതിനകത്ത് വേണം. ഇപ്പം ഈ കൊലച്ചൊക്കെ നിൽക്കുന്ന വാഴയ്ക്കുണ്ടല്ലോ, നമ്മൾ ഒന്നേ ഒരു കയറ് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഡു മാർക്കിലെ 2 കമ്പ് തടി വെച്ചിട്ട് യോജിപ്പിച്ച് കെട്ടിയൊക്കെ നിർത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൊല വെട്ടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് കാറ്റത്തും മഴയത്തും ഒക്കെ അങ്ങ് വീണു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ എടുക്കണം. മുല്ലമൊട്ട് ഇതാണ്ട് നമ്മൾ പറമ്പിൽ നട്ടേക്കുന്നതും ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്. ഒരു 7-8 മൂട് ഇവിടെ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടിക്കകത്തുള്ളതാണെങ്കിലും പറമ്പിൽ നിൽക്കുന്ന മുല്ലമൊട്ടാണെന്നുണ്ടെങ്കിലും, മുല്ലമൊട്ടും മുളക്, അല്ലാതെ മുല്ലപ്പൂ അല്ല കേട്ടോ. എല്ലാവർക്കും ഇത്രയും മുളക് കേൾക്കുമ്പോഴെന്താണെന്ന് വിചാരിക്കും ഈ മുല്ലമൊട്ടെന്ന് പറഞ്ഞാൽ. മുല്ലമൊട്ടൊരു മുളകാണ്, നല്ല സൂപ്പർ മുളകാണ് കേട്ടോ. നമ്മുടെ കാന്താരിയുടെ ചേട്ടനായിട്ട് വരും. അപ്പോൾ ഇതും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. മതിയല്ലോ. ഓണത്തിന് ഒരു മുറം പച്ചക്കറിയെങ്കിലും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കൃഷി തുടങ്ങിയത്. എന്തോ കാലാവസ്ഥയുടെ ഫേവറും ദൈവത്തിൻ്റെ സഹായവും എല്ലാം കൂടെ കൊണ്ട് ഒരു കൊട്ടയിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അത് ഇച്ചിരി കുറച്ച് നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയും പുറകിൽ നമ്മൾ കുറേ നേരം നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും. എന്ന് കരുതി നമുക്ക് എല്ലാ വിത്തുകളും ഉണ്ടെന്നൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ടെന്നൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഒരു കൊച്ചു കുടുംബത്തിന് സന്തോഷിക്കാവുന്ന പച്ചക്കറി ഫലങ്ങൾ നമുക്ക് കിട്ടി. അത് ഈ ഓണം ഇതുകൊണ്ട് ഞങ്ങൾ സമ്പന്നമാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്? ധാരാളമായിരുന്നു. നമുക്ക് മാത്രമല്ല, വേണമെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കാനുള്ള ചെറുതായിട്ടൊക്കെ നമുക്ക് അവർക്ക് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇത് എപ്പോഴും ഇതുപോലെ ഫലം എന്തുവേണ്ട, ഇന്ന് കരഞ്ഞ് വിതയ്ക്കുന്നവൻ നാളെ ആർപ്പോടെ കൊയ്യുമെന്ന നമ്മുടെ ബൈബിളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് ഇതെന്ത് കിട്ടും, ചൂടത്ത് വെയിലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇത് നട്ടതെന്നറിയാമോ? വെള്ളം കോരി ആൾക്കാർക്ക് കിളയ്ക്കാൻ ഒക്കാത്ത സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് അവരെ കൊണ്ട് കിളപ്പിച്ചെടുത്തിട്ടാണ് ഇത്രയും സാധനം നമുക്ക് കിട്ടിയത്. കാരണം ഒരു സമയം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായ ഉണക്കായിരുന്നു. ആ സമയത്ത് ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം അവർ കിടന്ന് ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒക്കെ നമ്മൾ അവരെ സഹായിച്ചു. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ദൈവം തന്നു. ഇതുപോലാണ്. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വെളിയിൽ നിന്ന് ഒരു സാധനം വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും പുതിയ ഒരു വർഷം കൂടെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവരും തന്ത്രത്തിലൂടെ ജീവിക്കുക, കൃഷി ചെയ്യുക. നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാവുന്നത്രയും കൃഷി നമ്മൾ ചെയ്യണം, നല്ല വിളവെടുക്കണം. ആ വിളവിലൂടെ നമുക്ക് പരസ്പരം സന്തോഷം പങ്കിടാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിളവ് കിട്ടുന്നത്. അല്ല ഒരാളെയും കൊണ്ട് മാത്രമൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചിലണെങ്കിൽ ഇവിടെ ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ 2 പേരും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും 1-2 പേര് വരാറുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒക്കെ ഒരു വിളവ് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണം, അല്ലയോ? അതല്ലേ വേണ്ടിയത്? എല്ലാവർക്കും ഇതേപോലെ വിളവെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്ര സമ്പന്നമായിരുന്നു, അല്ലയോ? മാത്രമല്ല, നമ്മുടെ കപ്പയുടെ ഇപ്പോഴത്തെ കപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ മരച്ചീനി നമ്മൾ ഓരോ മാസം ഓരോ 4 കമ്പ് ഇതുപോലെ 5 കമ്പ് വീതം കുത്തി വെക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ വർഷത്തിലും മൊത്തവും നമുക്ക് കപ്പ കിട്ടുന്ന രീതിയിലായിരിക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും ഒന്ന് ചുമ്മാതെ മണ്ണിൽ നിന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് എന്തായാലും ദൈവം തരും. പിന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, മഴയുണ്ട്, കാറ്റുണ്ട്, എലിയുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും, അല്ലേ? അന്നും പക്ഷേ നമ്മൾ തളരാതെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യം ഭൂമിയൊന്നും വേണ്ട, നമുക്ക് ഗ്രോ ബാഗ് വേണമെങ്കിൽ ഗ്രോ ബാഗ് നടത്താം, മട്ടുപ്പാവി വേണമെങ്കിൽ മട്ടുപ്പാവി നടത്താം, മണ്ണില്ലാതെ വേണമെങ്കിൽ മണ്ണില്ലാ കൃഷി ചെയ്യാം. അങ്ങനെ പലതര നിർദ്ദേശങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരുടെയും മെസ്സേജിൽ കാണാം നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്യുന്നതിന് അവർ അതിൻ്റെ അവർക്ക് കിട്ടിയ വിളവിനെ പറ്റി പലരും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് പങ്കുചേരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പിന്നെ വേണ്ടതായി പഴമായി, നമ്മുടെ തേങ്ങയായി, ചേമ്പായി, കൂമ്പായി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ചീനി നമ്മൾ മരച്ചീനി എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഇതേപോലെ വറ്റൽ ഉണങ്ങി വെക്കും, കണ്ടില്ലേ? ഇതാണ് സംഭവം. ഇത് നമ്മൾ ചിപ്സാക്കി നമ്മുടെ കാവറ്റലിൻ്റെ കൂടെ ഇത് നമ്മൾ വയ്ക്കാറുണ്ട്. അതുപോലെ ചേന വറുത്തും വയ്ക്കാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വെച്ചത് കേട്ടോ. അപ്പം ചീനി നമുക്ക് ഇതേപോലെ ഉണക്കി വെക്കുക എന്നുണ്ടെങ്കിൽ കുറേ നാളിരുന്നുള്ളൂ. നമ്മൾ ചീനി ഉണക്കി വാട്ടുകപ്പ് ആക്കി വെക്കത്തില്ലേ, അതേപോലെ ഇങ്ങനെ വറ്റൽ ചീനി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അമരയ്ക്ക ഉണ്ടോ? അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതിലും കൂടുതൽ കാണുമായിരിക്കാം. ഞാനിവിടെ കൃഷി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ചെയ്ത് നമുക്ക് നമ്മുടെ ആരോഗ്യമൊന്നും പോക്കാനും വയ്യാലേ. അപ്പം നടുവൊക്കെ പോകാനും പണിക്കാരെ കിട്ടത്തില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഉള്ള കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കാണും, വിത്തുകളൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചെയ്യാനുള്ള കുറച്ച് മനസ്സും ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്ക് പോലും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള രീതിയൊക്കെയാണ് നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തിരുവോണം പ്രമാണിച്ച്
നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് 3 വിത്തുകളോ അതിൽ അധികമോ വാങ്ങുന്നവർക്ക് വെബ്സൈറ്റിൻ്റെ വകയായിട്ട് 3 തരത്തിലുള്ള വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത് ആദ്യത്തെ 100 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിത്തുകൾ എത്രയും പെട്ടെന്ന് വാങ്ങാൻ നോക്കുക. അതുപോലെ എല്ലാവരും വിത്തുകൾ വാങ്ങാനും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ ഈ ഫ്രീ വിത്തുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ഇതെല്ലാവരും നടാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓണത്തിന് മാത്രമല്ലല്ലോ നമുക്ക് പച്ചക്കറി വേണ്ടിയത്, എല്ലാ ദിവസവും നമുക്ക് പച്ചക്കറികൾ വേണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ മാസത്തെയും കൃഷി വീഡിയോകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നടുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതേപോലെ പച്ചക്കറി എടുക്കാനായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതാ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ. ഹാപ്പി ഓണം.